ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് അമ്മന്റെ സ്പെഷ്യൽ മുട്ടയപ്പാന്ന് കേട്ടാ. അതിനായിട്ട് പച്ചരി തലേന്ന് രാത്രി തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ പച്ചരി കഴുകി അരക്കുന്ന കൂട്ടത്തില് കുറച്ച് ചോറും ഉപ്പും ഇത്രയും മാത്രം മതി നമ്മളെ മുട്ടയപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അരക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, കുറച്ച് കട്ടിയിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ നെയ്യപ്പെല്ലാം ചുട്ടെടുക്കുന്ന ഭാഗത്തില് എണ്ണയിൽ കോരി അയച്ചിട്ട് ഇതുപോലെ ചുട്ടെടുക്കുക. തീ അധികം കൂടാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടാ, അത്രയും ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച നല്ല അടിപൊളി മുട്ടക്കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിനി. ഇത്രയും കൂടി ആകുമ്പോഴത്തേക്കും അമ്മക്ക് പണിക്ക് പോകാനുള്ള സമയം ണ്ടായിനി. പിന്നെ അമ്മ റെഡി ആയിട്ട് വരുമ്പോഴത്തേനും ബാക്കിയുള്ള മുട്ടയപ്പെല്ലാം ഞാൻ വേഗം ചുട്ടെടുത്തു. ഉണ്ടാക്കിയാക്കന്നെ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കൊടുത്തിട്ടുണ്ടേ. നല്ല ഉള്ളത് നല്ല ആരെടുത്തിട്ടുണ്ട്. അങ്ങനെ അമ്മ വേഗം ചായ പിടിച്ചിട്ട് പണിക്ക് പോയിട്ടുണ്ട്. പിന്നെ അതികുട്ടനും ലോകുട്ടനും കൂടി ചായ പിടിക്കാൻ വേണ്ടിട്ട് വന്നു കേട്ടാ. ഒറ്റ നോട്ടത്തിൽ കാണാൻ പത്തലിനെ പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലോകുട്ടൻ ആദ്യം വിചാരിച്ചു പത്തലാന്ന് നിന്ന്. പത്തലല്ല, ഇത് മുട്ടയപ്പാന്ന് പറഞ്ഞപ്പോ രണ്ടാക്കും ഭയങ്കര ഉത്സാഹമായി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് വല്ലപ്പോഴേ വീട്ടിൽ ഉണ്ടാക്കാറില്ലു. സാധാരണ മുട്ട റോസ്റ്റും മുട്ട മസാലക്കറി എല്ലാം ഉണ്ടാക്കല്. തേങ്ങാപ്പാൽ വെച്ചിട്ട് മുട്ടക്കറി ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടാ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായി. ഫുൾ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടേ.